भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമസുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരി ജന്മ പശുവിനുട കഥ നന്ദജൻ തൻ്റെ കാതിൽ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവത് കാരുണ്യം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 734 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാന്റെ അത്യത്ഭുതകരമായ ഭക്തവാത്സല്യത്തിൻ്റെ കഥയായ സന്താനഗോപാലം എന്നുള്ള കഥയാണ് നമ്മൾ ആരംഭിക്കുന്നത്. 2 ദിവസങ്ങളിലായി ഇന്നും നാളെയുമായി സന്താനഗോപാല കഥ അനുസ്മരിക്കാം, അല്ലെങ്കിൽ അതിനെ നമ്മുടേതായ രീതിയിൽ നമുക്കാവാവുന്ന രീതിയിൽ ഭഗവാൻ അനുവദിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോഹം, ഭഗവാന്റെ സങ്കല്പം എന്തോ. ഏതായാലും ഇവിടെ ശ്രീ ശുകബ്രഹ്മർഷി പറയാനായിട്ട് ആരംഭിക്കുന്നു. ദശമസ്കന്ധം 89 അധ്യായത്തിലെ 22 ശ്ലോകം മുതൽ. ഏകദാ ദ്വാരവത്യാം തു വിപ്രപത്ന്യാ കുമാരക ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാര കില ഭാരത. ഹേ ഭാരത, ഭാരതകുലത്തിൽ പിറന്ന പരീക്ഷിത്തെ. ഏകദാ ദ്വാരവത്യാം, ഒരിക്കൽ ദ്വാരകയിൽ വിപ്രപത്ന്യാഹ ജാതമാത്ര, വിപ്രഭാര്യയുടെ ഒരു ബ്രാഹ്മണ പത്നിയുടെ ജാതമാത്ര പിറന്ന ഉടനെ തന്നെയുള്ള കുമാരക കുട്ടി ഭുവം സ്പൃഷ്ടുവ ഭൂസ്പർശം കിട്ടി മമാര കില മരിച്ചു പോവുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ, ആ പരമപുരുഷനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ, ആ ഭഗവാൻ, നേരത്തെ ആ ഭഗവാനെ സ്തുതിച്ചും കൊണ്ടാണ് നമ്മൾ സമർപ്പിച്ചത് ഇന്നലെ സൂതപൗരാണികന്റെ വാക്കുകളിലൂടെ. ആ പരപുരുഷൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സന്താനഗോപാല കഥ പറയുന്നത്. അതോടൊപ്പം തന്നെ അർജുനന്റെ ഉള്ളിലെ അഹങ്കാരമില്ലാതെയാക്കണം, അഹങ്കാരമില്ലാത്ത മനസ്സിലെ ഭഗവാൻ മിന്നിത്തിളങ്ങുള്ളൂ എന്ന് കാണിക്കാൻ നമ്മുടെ നൈപുണ്യം വെറും പൂജ്യമാണ്, ഭഗവാന്റെ കാരുണ്യമാണ് ഏറ്റവും വലുത്. നമ്മൾ വെറും സീറോ ആണ്. സീറോ ആയ ഒരാളെ ഹീറോ ആക്കുന്നതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് കാണിച്ചു തരുന്നതാണ്
ഈ കഥ. അവിടെ പരീക്ഷത്തെ ഒരിക്കൽ ദ്വാരകയിൽ ഒരു ബ്രാഹ്മണ പത്നിയുടെ കുട്ടി ജനിച്ച ഉടനെ മരിച്ചു. ഭൂസ്പർശം കിട്ടി മരിച്ചുപോയി. വിപ്രോ ഗൃഹീത്വാമൃതകം രാജദ്വാര്യുപധായ സ ഇദം പ്രോവാച വിലപന്നാതുരോ ദീനമാനസ. ദീനമാനസ, വല്ലാത്ത ദുഃഖിച്ച മനസ്സോടുകൂടിയ സ വിപ്ര, ആ ബ്രാഹ്മണൻ, ആതുരഹ, വ്യാകുലനായി, വ്യാകുലചിത്തനായി, വിലപൻ, കരഞ്ഞും കൊണ്ട്, മൃതകം ഗൃഹീത്വ, ആ മരിച്ച ദേഹം, മൃതദേഹവും എടുത്തും കൊണ്ട്, രാജദ്വാരി ഉപധായ, രാജദ്വാരത്തിൽ, ഗോപുരദ്വാരത്തിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട്, ഇതം പ്രോവാച, ഇങ്ങനെ പറഞ്ഞു എന്നാണ്. വല്ലാത്ത ദുഃഖമുണ്ടായി, പരിഭ്രമിച്ചു, വല്ലാത്ത വിഷമായി. തൻ്റെ മകന്റെ മൃതദേഹവുമായി ആ ബ്രാഹ്മണൻ ദ്വാരകയുടെ ഗോപുരത്തിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് പറഞ്ഞു എന്നാണ്. ബ്രഹ്മദ്വിഷ ഷഠധിയോ ലുബ്ധസ്യ വിഷയാത്മന ക്ഷത്രബന്ധോ കർമ്മദോഷാൽ പഞ്ചത്വം മേ ഗതോർഭക. ബ്രഹ്മദ്വിഷ, ബ്രാഹ്മണരെ ദ്വേഷിക്കുന്നവനും, ഷഠധിയ, വഞ്ചനയിൽ താല്പര്യമുള്ള ബുദ്ധിയോടുകൂടിയവനും, ലുബ്ധസ്യ, ധനാശയുള്ളവനും, വിഷയാത്മന, വിഷയങ്ങളിൽ പ്രവേശിച്ച അന്ധകരണത്തോടുകൂടിയവനുമായ ക്ഷത്രബന്ധോ, ക്ഷത്രിയാധമന്റെ കർമ്മദോഷം കാരണം മേ അർഭക പഞ്ചത്വം ഗത, എൻ്റെ മകൻ മരിച്ചുപോയി. ബ്രാഹ്മണദ്വേഷിയായി, വഞ്ചനാ തൽപരനായി, പരദ്രവ്യത്തിൽ ആഗ്രഹമുള്ള, വിഷയസുഖത്തിൽ മാത്രം താല്പര്യമുള്ള, അതിനുവേണ്ടി അന്ധകരണത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജാവിൻ്റെ പരിപാലന കർമ്മത്തിലുള്ള ദോഷം കൊണ്ട്, വേണ്ടതുപോലെ ജനങ്ങളെ, പ്രജകളെ പരിപാലിക്കാത്തത് കൊണ്ട് എൻ്റെ മകൻ മരിച്ചു. ഹിംസാവിഹാരം നൃപതിം ദുശ്ശീലമജിതേന്ദ്രിയം പ്രജാ ഭജന്ത്യ സീദന്തി ദരിദ്ര നിത്യദുഃഖിത. ഹിംസാവിഹാരം, ഹിംസയിൽ താല്പര്യം, അല്ലെങ്കിൽ കളിക്കുക, ഹിംസിച്ചുകൊണ്ട് കളിക്കുക, പരദ്രോഹം ചെയ്യുക. ദുശ്ശീലം, ദുശീല സ്വഭാവത്തോടുകൂടി, ദുശീലങ്ങളോടുകൂടിയ, അജിതേന്ദ്രിയം, ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കാത്ത, നൃപതി, രാജാവിനെ, ഭജന്ത്യ, ഭജിക്കുന്നവരായ പ്രജകൾ, ദരിദ്ര നിത്യദുഃഖിത സീദന്തി, ദരിദ്രരും നിത്യദുഃഖം അനുഭവിക്കുന്നവരുമായി തളർന്നു പോകുന്നു, ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നു. ഇവിടെ ആ ബ്രാഹ്മണൻ ഭഗവാൻ അടക്കമുള്ള സകല യാദവന്മാരെയും, പ്രത്യേകിച്ച് ഉഗ്രസേന ചക്രവർത്തിയെയും ഒക്കെ ഉദ്ദേശിച്ചും കൊണ്ടാണ് ഇതൊക്കെ പറയണത്. ഇങ്ങനെയുള്ള ഒരു രാജാവിനെ ആശ്രയിക്കുന്ന പ്രജകൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും. രാജാവിൻ്റെ ദോഷം കൊണ്ടാണ് തൻ്റെ മകൻ മരിച്ചത് എന്ന് സമർത്ഥിക്കുകയാണ് അവിടെ ബ്രാഹ്മണൻ. ഏവം ദ്വിതീയം വിപ്രർഷിസ്തൃതീയം ത്വേവമേവ ച വിസൃജ്യ സ നൃപദ്വാരി താം ഗാഥാം സമഗായത. ഇങ്ങനെ ആ ബ്രാഹ്മണ ഋഷി, വിപ്രഋഷി, ബ്രഹ്മഋഷി, ദ്വിതീയം തൃതീയം ച, രണ്ടാമത്തേതിനെയും മൂന്നാമത്തേതിനെയും നൃപദ്വാരി വിസൃജ്യ, രാജഗോപുരത്തിൽ, ആ കൊട്ടാരത്തിന്റെ ഗോപുരത്തിൽ വെച്ചിട്ട്, താം ഗാഥാം സമഗായത, ആ ശ്ലോകം ചൊല്ലി. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഓരോ തവണയും, ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോ രണ്ടാമതും മൂന്നാമതും ഉണ്ണികളുണ്ടായപ്പോ ഇതേപോലെ തന്നെ രാജദ്വാരത്തിൽ കൊണ്ടുവന്ന് കിടത്തി, എൻ്റെ ദോഷമല്ല, മറിച്ച് രാജാവിൻ്റെ ദോഷമാണ് ഇതിനൊക്കെ കാരണം എന്ന് സ്വയം തോന്നുകയും അത് മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി ഉറക്കെ നിലവിളിച്ചും കൊണ്ട് വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. താമർജുന ഉപശ്രുത്യ കർഹിചിൽ കേശവാന്തികേ പരേതേ നവമേ ബാലേ ബ്രാഹ്മണം സമഭാഷതാം. കർഹിച്ചിത്ത്, ഒരിക്കൽ കേശവാന്തികേ അർജുന, ശ്രീകൃഷ്ണന്റെ അടുത്ത്, കേശവന്റെ അടുത്ത് അർജുനൻ, നവമേ ബാലേ പരേതേ, 9ാമത്തെ ആ ഉണ്ണി മരിച്ചപ്പോ, താം ഉപശ്രുത്യ, അപ്പോഴും ബ്രാഹ്മണൻ ഇതുപോലെ ഉറക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ടിട്ട് ബ്രാഹ്മണം സമഭാഷത, ബ്രാഹ്മണനോട് അർജുനൻ പറയാൻ തുടങ്ങി. അർജുനൻ എന്താ പറഞ്ഞത്? ഇവിടെ ബ്രാഹ്മണന്റെ വേദന കണ്ടപ്പോ അർജുനൻ തൻ്റെ ശക്തിയിൽ ഒന്ന് അഹങ്കരിച്ചു.
ഇവിടെ ഉഗ്രസേനൻ, അതേപോലെ വാസുദേവൻ ശ്രീകൃഷ്ണൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, അർജുനൻ തുടങ്ങിയ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അവരൊന്നും മിണ്ടണില്ല. ഈ സമയത്താണ് അർജുനൻ ആ ബ്രാഹ്മണനോട് പറഞ്ഞത്, കിംസിൽ ബ്രഹ്മം സ്വനിവാസേ ഇഹ നാസ്തി ധനുർധര രാജന്യബന്ധുരേതേ വൈ ബ്രാഹ്മണ സത്ര ആസതേ. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ത്വന്നിവാസേ ഇഹ, അങ്ങയുടെ വാസസ്ഥാനമായിരിക്കുന്ന ഇവിടെ, ധനുർധര, വില്ലിനെ ധരിച്ച രാജന്യബന്ധു, ഒരു ക്ഷത്രിയൻ കൂടി നാസ്തി, ഇല്ല. കിംസിൽ, എന്തിനാ കരയണത്? തേവൈ, ഇവരോ, ബ്രാഹ്മണ സത്രം ആസത്തെ, ബ്രാഹ്മണർ സത്രത്തെ അനുഷ്ഠിക്കുന്നു. എന്തിനാ അങ്ങ് കരയണത്? അങ്ങയുടെ വാസസ്ഥാനമായി ഇവിടെ ഒരു വില്ലും ധരിച്ചൊരു ക്ഷത്രിയൻ ഇല്ല. ഉത്തമ ക്ഷത്രിയനില്ല, നിസ്സാരനായ ഒരു ക്ഷത്രിയൻ പോലും ഇല്ല. ഇവിടെ ഭരിക്കുന്ന ആളുകൾ ഇവർ ബ്രാഹ്മണരാണ്, ക്ഷത്രിയല്ല. ബ്രാഹ്മണർക്ക് സത്രത്തിൽ പങ്കെടുക്കുക, അതാണ് താല്പര്യം. അല്ലാതെ പ്രജാധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി രാജാവിനെ പോലെ അമ്പും വില്ലും എടുക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇവിടെ ഒരു യോഗം ചേർന്നേക്കണു ബ്രാഹ്മണരുടെ, അത്രയേ ഉള്ളൂ. ഇരിക്കുന്ന ആളുകളൊന്നും ക്ഷത്രിയരല്ല. ധനധാരാത്മജായുക്ത യത്ര ശോചന്തി ബ്രാഹ്മണ തേ വൈ രാജന്യവേഷേണ നടാ ജീവന്ത്യ സുംഭര. ധനധാരാത്മജായുക്ത, ധനം, ഭാര്യ, മക്കളെ എന്നിവരോടുകൂടിയ ബ്രാഹ്മണർ, എത്ര ശോചന്തി, എപ്പോഴാണോ അവർ വിഷമിക്കുന്നത്, തേ വൈ, അവർ, രാജന്യവേഷേണ നടാ ഇവ, ക്ഷത്രിയ വേഷം കൊണ്ട് നടന്മാരെന്നതുപോലെ, അസുംഭര ജീവന്തി, പ്രാണനെ ഭരിക്കുന്നവരായി ജീവിക്കുന്നു. സത്യത്തിൽ ഇവർ ബ്രാഹ്മണരുമല്ല ക്ഷത്രിയരുമല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ക്ഷത്രിയൻ ജീവിച്ചിരിക്കുമ്പോൾ ബ്രാഹ്മണന്റെ ഭാര്യ, മക്കള്, ധനം, ധാന്യം ഇതിനെയൊക്കെ രക്ഷിക്കണം. അവർക്ക് ക്ലേശം സംഭവിക്കൂ എന്ന് പറഞ്ഞാൽ ആ ക്ഷത്രിയരല്ല. ക്ഷത്രിയ വേഷം കെട്ടിയിരിക്കുന്ന വെറും നടന്മാര് മാത്രമാണ്. ഈ വേഷം കൊണ്ട് അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം ഉണ്ടാവുക എന്നല്ലാതെ, അവര് ധനം സമ്പാദിക്കണു എന്നല്ലാതെ, യഥാർത്ഥത്തിൽ അവരൊരിക്കലും ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കുന്നവരല്ല. അവർ ക്ഷത്രിയരല്ല. അഹം പ്രജാം വാം ഭഗവൻ രക്ഷിഷ്യേ ദീനയോരിഹ അനിസ്തീർണ പ്രതിജ്ഞോഗ്നിം പ്രവേക്ഷ്യേ ഹതകൽമഷ. ദീനയോ, ദുഃഖിതരായിരിക്കുന്ന വാം, നിങ്ങൾ രണ്ടുപേരുടെ, പ്രജാം അഹം രക്ഷിഷ്യേ, കുട്ടിയെ ഞാൻ രക്ഷിക്കാം. അനിസ്തീർണ പ്രതിജ്ഞ, പ്രതിജ്ഞ പാലിക്കാൻ സാധിക്കാതെ വന്നാൽ, ഹതകൽമഷ, ആ ഹരിക്കപ്പെട്ട കൽമഷത്തോടു കൂടിയവനായിട്ട്, അഗ്നിം പ്രവേക്ഷിയെ, ഞാൻ അഗ്നിയിലേക്ക് ചാടും, ഞാൻ അഗ്നി സ്നാനം ചെയ്യും, ആത്മാഹുതി ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ രണ്ടുപേരുടെയും വിഷമത്തെ ഞാൻ തീർത്ത് നിങ്ങൾക്ക് സന്താനത്തെ ഞാൻ രക്ഷിച്ചു തരാം. ഇനി എന്തെങ്കിലും കാരണവശാൽ എൻ്റെ പ്രതിജ്ഞ എനിക്ക് പാലിക്കാതിരിക്കാൻ സാധിക്കാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥയില്ല, സാധിക്കും തീർച്ചയായും. ഇനി എന്തെങ്കിലും കാരണവശാൽ സാധിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ശരീരം അഗ്നിക്ക് ആഹാരമാക്കി മാറ്റും, ആത്മാഹുതി ചെയ്യും. ഇത് സത്യം. ബ്രാഹ്മണൻ ചോദിച്ചു, സംഘർഷണോ വാസുദേവ പ്രദ്യുമ്നോ ധന്വിനാം വര അനിരുദ്ധോ അപ്രതിരഥോ നശ്രാതും ശക്നുവന്തിയൽ. സംഘർഷണ, ബലരാമൻ, വാസുദേവ, ശ്രീകൃഷ്ണൻ, ധന്വിനാം വരഹ പ്രദ്യുമ്ന, വില്ലാളികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രദ്യുമ്നൻ, അപ്രതിരഥ അനിരുദ്ധ, എതിരിടാൻ മറ്റാരുമില്ലാത്ത അനിരുദ്ധൻ, യത് ത്രാതും ന ശക്നുവന്തി, യാതൊന്നിനെ രക്ഷിക്കാനായി ശക്തരായി തീരുന്നില്ല. തത്കഥം, അടുത്ത ശ്ലോകത്തിലാണ് അതിൻ്റെ ബാക്കി വരുന്നത്. ഇവിടെ പറയുകയാണ്, ബലരാമൻ, ശ്രീകൃഷ്ണൻ, വിലാളി വീരനായ പ്രദ്യുമ്നൻ, ആ അച്യുതനായിരിക്കുന്ന അനിരുദ്ധൻ, ഇവർക്ക് യാതൊന്നിനെ രക്ഷിക്കാൻ ശക്തിയില്ലാതായി വന്നുവോ? തത്കഥം, അത് നീ എങ്ങനെയാണ്? തത്കഥം नु ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരേ ചികീർഷസിത്വം ബാലിശ്യാൽ
തന്ന ശ്രദ്ധത്മഹേ വയം. ജഗദീശ്വരൈ ദുഷ്കരം തത്കർമ്മ. ജഗദീശ്വരന്മാർക്ക് പോലും ദുഷ്കരമായിരിക്കുന്ന ആ കർമ്മത്തെ ഭവാൻ കഥം നു, അങ്ങ് എങ്ങനെയാണ്, നീ എങ്ങനെയാണ് ചെയ്യുക? ബാലിഷ്യാൽ, നിന്റെ മൗഢ്യം കൊണ്ട് നീ ചെയ്യാനിച്ഛിക്കുന്നു, ഞങ്ങൾ അതിനെ ന ശ്രദ്ധത്മഹേ, ഞങ്ങളത് ശ്രദ്ധിക്കുക പോലുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിന്റെ ഉദ്യമത്തെ വിജയിപ്പിക്കാൻ നിനക്ക് സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ഇവിടെ സംഘർഷണൻ, ബലരാമസ്വാമി, ശ്രീകൃഷ്ണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ തുടങ്ങിയവർക്ക് സാധിക്കാത്തത് കേവലം ഒരു മനുഷ്യനായി നിനക്ക് എങ്ങനെ സാധിക്കും? ജഗദീശ്വരന്മാർക്ക് സാധിക്കാത്തത് നിനക്ക് സാധിക്കുമോ? അർജുൻ അത് കേട്ടപ്പോ ഉള്ളിൽ അഹങ്കാരം നുരച്ചു പൊന്തിയെന്നാണ്. അർജുനൻ പറഞ്ഞു, നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാശ്മീരേവ ച അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈധനു. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണ, ഞാൻ ന സംഘർഷണ, ഞാൻ ആരല്ല? സംഘർഷണനല്ല, ബലരാമനല്ല. ന കൃഷ്ണ, കൃഷ്ണനുമല്ല. ന കാശ്മീയേവച, കൃഷ്ണപുത്രനുമല്ല. അഹം വാ, ഞാനോ അർജുന നാമ, അർജുനൻ എന്ന് പ്രസിദ്ധ നാമമുള്ളവനാണ്. യസ്യ ധനുഹു വൈ ഗാണ്ഡീവം, അവന്റെ വില്ല് തന്നെ ഗാണ്ഡീവമാണ്. ഞാൻ രാമനോ കൃഷ്ണനോ പ്രദ്യുമ്നനോ അനിരുദ്ധനോ ഒന്നുമല്ല, ഞാൻ ഗാണ്ഡീവധാരിയായ അർജുനനാണ് എന്ന് ദാ ഉറപ്പിച്ചിങ്ങനെ പറയുന്നു. മാവമം സ്ഥാമമ ബ്രഹ്മൻ വീര്യം ത്രയംബകതോഷണം മൃത്യും വിജിത്യ പ്രധനെ ആനേഷ്യേതേ പ്രജാം പ്രഭോ. ഹേ ബ്രാഹ്മണ, ത്രയംബകതോഷണം മമ വീര്യം, സാക്ഷാൽ മഹാദേവനെ പോലും സന്തോഷിപ്പിച്ച എൻ്റെ പരാക്രമത്തെ മാ അവമംസ്ഥ, അതിനെ അപമാനിക്കരുത്. പ്രഭോ, പ്രധനെ മൃത്യും വിജിത്യ, യുദ്ധത്തിൽ മരണത്തെ തോൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ മരണത്തെ വിജയിച്ചിട്ട് തേ പ്രജാം, അങ്ങയുടെ സന്താനത്തെ ആനേഷ്യെ, ഞാൻ കൊണ്ടുവരും. കിരാതമൂർത്തി എന്നെ പരീക്ഷിക്കാൻ പുറപ്പെട്ടു. എൻ്റെ ശക്തി കണ്ട് എനിക്ക് ഭഗവാൻ പാശുപതാസ്ത്രം നൽകി. അപ്പൊ അതുകൊണ്ട് അങ്ങ് എന്നോട് എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, എന്നെ അപമാനിക്കുകയും വേണ്ട. ഞാൻ ആ അന്തകനെ ജയിച്ച് അങ്ങയുടെ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഏവം വിശ്രംഭിതോ വിപ്ര ഭാൽഗുനേന പരം തപ ജഗാമസ്വഗൃഹം പ്രീത പാർത്ഥവീര്യം നിശാമയൻ. പരം തപ, ഹേ ശത്രുതാപന, ഭാൽഗുനേന, അർജുനനാൽ ഇപ്രകാരം വിശ്രംഭിത, വിശ്വസിപ്പിക്കപ്പെട്ട വിപ്രഹ, ബ്രാഹ്മണൻ, പാർത്ഥവീര്യം നിശാമയൻ പ്രീത സ്വഗൃഹം ജഗാമ. അർജുന പരാക്രമത്തെ, പരീക്ഷത്തെ, അങ്ങയുടെ മുത്തച്ഛൻ്റെ പരാക്രമത്തെ കാണാനായിട്ട് സന്തോഷത്തോടുകൂടി തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. തനിക്ക് രക്ഷയ്ക്കായിട്ടൊരാൾ വന്നു എന്നൊരു തോന്നൽ ബ്രാഹ്മണനുണ്ടായി. അത് തന്നെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പ്രസൂതികാല ആസന്നേ ഭാര്യായാദ്വിജസത്തമ പാഹി പാഹി പ്രജാം മൃത്യോരിത്യാഹാർജുനമാതുര. ഭാര്യായ പ്രസൂതികാലേ ആസന്നേ, ഭാര്യയ്ക്ക് പ്രസവകാലം എടുത്തപ്പോ ദ്വിജസത്തമ, ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ, മൃത്യോ പ്രജാം പാഹി പാഹി ഇതി ആതുരഃ അർജുനം ആഹ, അന്തകനിൽ നിന്ന്, മൃത്യുവിൽ നിന്ന്, മരണത്തിൽ നിന്ന് എൻ്റെ സന്താനത്തെ പാഹി പാഹി, രക്ഷിച്ചാലും പരിപാലിച്ചാലും എന്ന് ആതുരഃ ദുഃഖിതനായി അർജുനനോട് പറഞ്ഞു. ബ്രാഹ്മണശ്രേഷ്ഠന് ആ പേടിയുണ്ട്. തൻ്റെ 10ാമത്തെ ഉണ്ണിയാണ്, 10ാമത്തെ ഉണ്ണിയെ രക്ഷിക്കും പാർത്ഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ആ സമയമെടുത്തപ്പോൾ വല്ലാത്ത പേടിയായി. പ്രസവകാലം എടുത്തപ്പോൾ അർജുൻ്റെ അടുത്തേക്ക് എത്തി അർജുനോട് അഭ്യർത്ഥിക്കുന്നു. സൗപസ്പൃശ്യ ശുച്യംഭോ നമസ്കൃത്യ മഹേശ്വരം ദിവ്യാന്യസ്ത്രാണി സംസ്മൃത്യ സജ്യം ഗാണ്ഡീവമാദദേ. ആ അർജുനൻ
ശുചി അംഭ ഉപസ്പൃശ്യ, ശുദ്ധജലത്തെ സ്പർശിച്ചിട്ട് മഹേശ്വരം നമസ്കൃത്യ, പരമശിവനെ നമസ്കരിച്ച് ദിവ്യാനി അസ്ത്രാണി, ദിവ്യങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങളെ സംസ്മരിച്ചിട്ട് സംസ്മൃത്യ സജ്യം ഗാണ്ഡീവം ആദതേ, ആ ഞാൻ വലിച്ചു കെട്ടിയ ഗാണ്ഡീവത്തെ ആദാനം ചെയ്തു. ശുദ്ധജലത്തിൽ കൈകാലുകൾ കഴുകി ശുദ്ധമായി അതിനുശേഷം പരമശിവനെ നമസ്കരിച്ചു, ദിവ്യാസ്ത്രങ്ങളെ മനസ്സുകൊണ്ട് സ്മരിച്ചു, ഞാൻ വലിച്ചു കെട്ടിയ ഗാണ്ഡീവം കയ്യിലെടുത്ത് പിടിച്ചു. മഹാദേവനെ നമസ്കരിച്ചാൽ ഭഗവാന് സന്തോഷമാണ്. പക്ഷേ ഇവിടെ മഹാദേവനെ മാത്രം ഉദ്ദേശിച്ച് നമസ്കരിച്ചു. ആ മഹാദേവനിലും മഹാചൈതന്യമായി നിൽക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണനാണ് എന്നൊരു തോന്നൽ അർജുനനുണ്ടായില്ല. അതാണ് അവിടെ പിഴച്ചത്. അല്ലെങ്കിൽ ഹരപാദങ്ങളിൽ വീഴുന്നത് ഹരിക്ക് ഏറ്റവും ഇഷ്ടമാണ്, അതേപോലെ ഹരിപാദങ്ങളിൽ വീഴുന്നത് ഹരന് ഏറ്റവും ഇഷ്ടമാണ്. സകല ജീവജാലങ്ങളിലും ആ ഈശ്വരനെ കാണുക എന്നുള്ളതാണ് ഉത്തമ ഭക്തന്റെ ലക്ഷണം. അർജുനൻ ഇപ്പോ ശ്രീകൃഷ്ണനെ തൃണവൽഗണിച്ച് ആണ് ഇത്തരത്തിൽ ചെയ്തത്. ഞരുണൽ സൂതികാകാരം ശരൈർനാനാസ്ത്രയോജിതൈ തിര്യഗൂഢ്വമത പാർത്ഥശ്ചകാര ശരപഞ്ചരം. പാർത്ഥ അർജുനൻ നാനാസ്ത്രയോജിത, പലതരത്തിലുള്ള അസ്ത്രങ്ങളോട് യോജിപ്പിക്കപ്പെട്ട ശരങ്ങളാൽ തിര്യക്ക ഊർധ്വം, അങ്ങോട്ടും ഇങ്ങോട്ടും, അധഹ താഴത്തും മുകളിലും ഒക്കെയായി ശരങ്ങളെയ്ത് പ്രസവമുറിയെ സൂതികാകാരം ഞരുണൽ, അതിനെ നിരോധിച്ചു. ശരപഞ്ചരം ചകാര, ശരകൂടം നിർമ്മിച്ചു എന്നാണ്. ഈ ബ്രാഹ്മണ പത്നിയുടെ പ്രസൂതി ഗൃഹത്തിൻ്റെ ആ പ്രസവ മുറിയുടെ ചുറ്റുമായി അസ്ത്രങ്ങളെ കൊണ്ട് ഒരു കവചം സൃഷ്ടിച്ചു. അതിൻ്റെ മുമ്പിൽ അർജുനൻ അങ്ങനെ നിൽക്കണു. തതകുമാര സംജാതോ വിപ്രപത്നിയാരുദന്മുഹു സദ്യോ ദർശനമാപേദേ സശരീരോ വിഹായസ. തഥാ അതിനുശേഷം വിപ്രഭാര്യയ്ക്ക് കുമാരഹ സംജാത, ഒരു കുട്ടിയുണ്ടായി, ഉണ്ണിയുണ്ടായി. മുഹു രുദൻ, പിന്നെയും പിന്നെയും കരയുന്നവനായി. സശരീര ശരീരത്തോടു കൂടിയവനായി. വിഹായസ സദ്യ അദർശനം ആപേദേ, പെട്ടെന്ന് ആകാശത്തിൽ കൂടി ശരീരത്തോടുകൂടി സശരീരിയായി മുകളിലേക്ക് ഉയർന്നു പോകുകയും ചെയ്തു. ഇതിനു മുമ്പുള്ള 9 കുട്ടികളെ അവരുടെ മൃതദേഹമെങ്കിലും കാണാൻ സാധിച്ചുവെങ്കിൽ ഇത്തവണ മൃതദേഹം പോലും കാണാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നു. തദാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണസന്നിധൗ മൗഢ്യം പശ്യതമേയോഹം ശ്രദ്ധധേ ക്ലീബഗന്ധനം. തദാ വിപ്രഹ, അപ്പോ ബ്രാഹ്മണൻ കൃഷ്ണസമീപത്തിൽ അർജുനനെ വിശേഷേണ നിന്ദിക്കുന്നവനായി, ആ ശ്രീകൃഷ്ണ സന്നിധിയിലിരിക്കുന്ന അർജുനനെ നിന്ദിച്ചുകൊണ്ട് തന്നെയാണത്രേ പറഞ്ഞത്. എൻ്റെ അറിവില്ലായ്മ, എൻ്റെ മൗഢ്യം നിങ്ങളെ നോക്കൂ. യാ അഹം, ഞാൻ ക്ലീപകന്ധനം, നപുംസക പ്രലാപത്തെ ഞാൻ വിശ്വസിച്ചു. ഈ ആണും പെണ്ണും കെട്ടവൻ ആയിരിക്കുന്ന ഇവന്റെ വാക്ക് ഞാൻ വിശ്വസിച്ചില്ലേ, അതാണ് എനിക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുന്നു. അർജുനൻ പറഞ്ഞ വാക്കുകൾ തന്നെ വീണ്ടും പറഞ്ഞു. ന പ്രദ്യുമ്നോ ന അനിരുദ്ധോ ന രാമോ ന ച കേശവ യസ്യ ശേകു പരിത്രാതും കോന്യസ്തദവിതേശ്വര. യസ്യാ പരിത്രാതും, യാതൊന്നിനെ പരിരക്ഷിക്കാൻ പ്രദ്യുമ്നനും അനിരുദ്ധനും ബലരാമനും കേശവനും നശേകു ശക്തരായില്ല. തഥാ അതിനെ അവിത ഈശ്വര അന്യഹ ക, അപ്പൊ അതിനെ രക്ഷിക്കുന്ന ഈശ്വരൻ മറ്റാരാണുള്ളത് എന്നാണ്. നീ പറഞ്ഞത് ശരിയാണ് എന്നുള്ള ഒരു ഭാവത്തിൽ അർജുനൻ പറഞ്ഞു, ഞാൻ പ്രദ്യുമ്നനോ അനിരുദ്ധനോ കൃഷ്ണനോ രാമനോ ഒന്നും അല്ലാന്ന് പറഞ്ഞു. അത് തന്നെ രാവണൻ തിരിച്ചു പറഞ്ഞു, നീ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അത്ര വിശ്വസിച്ചില്ല. അപ്പൊ എനിക്ക് ഉറപ്പായി നീ ഇവരാരുമല്ല, നീ ആണും പെണ്ണും കെട്ടവനാണ്. ധിഗർജുനം മൃഷാവാദം ധിഗാത്മശ്ലാഘിനോധനു
ദൈവോപസൃഷ്ടം യോ മൗഢ്യാദാനിനീഷതി ദുർമതി. മൃഷാവാദം, മിഥ്യാവാദം ചെയ്യുന്ന അർജുനനെ ധിക്കരിക്കുക. ആത്മശ്ലാഘിന, ആത്മാവിനെ പറ്റി പ്രശംസിക്കുന്നവന്റെ വില്ലിനെ നിന്ദിക്കുക. യാ ദുർമതി, യാതൊരു ദുർബുദ്ധി, ദൈവോപസൃഷ്ടം, ദൈവത്താൽ നശിപ്പിക്കപ്പെട്ടതിനെ മൗഢ്യാൽ ആനിനീഷതി, മൂഢമായി വിഡ്ഢിയായി തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നു. മിഥ്യാവാദം ചെയ്യുന്ന അർജുനനായി നിന്ദയുണ്ടാവട്ടെ, ആത്മപ്രശംസ ചെയ്യുന്നവന്റെ വില്ലിന് നിന്ദ ഭവിക്കട്ടെ. ദുർബുദ്ധിയായ ഏതൊരു അർജുനനാണോ അറിവില്ലായ്മ കൊണ്ട് ഈശ്വരേക്ഷയാ നശിച്ച കുട്ടിയെ വീണ്ടും കൊണ്ടുവരാൻ പോണത്, അവന്റെ ഈ വാദഗതികളെ മുഴുവൻ തകർത്തെറിയാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണന്റെ ഈ നിന്ദാവാക്കുകൾ, പരിഹാസോക്തികൾ കേട്ട് തകർന്നുപോയ ആ അർജുനൻ എങ്കിൽ തൻ്റെ ശക്തി കൊണ്ട് സകല ലോകങ്ങളിലും ചെന്ന് എവിടെയെങ്കിലും ആ ഉണ്ണിയുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെടുന്ന രംഗമാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ
ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.